അയാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രാജിവെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ഈ ആരോപണം ഇപ്പോഴല്ലേ വന്നത്, അതിന് മുമ്പ് അറിയില്ലല്ലോ. MLA ആയി തുടരണമെന്ന് പറയുന്നത് അത് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. രാഹുലിൻ്റെ കാര്യമില്ലാതെ അത് നടപടി എടുത്താലേ അതിന്ന് വിട്ടു നിൽക്കണമല്ലോ. നിങ്ങളുടെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തില്ല എന്നുള്ളത് അറിഞ്ഞാൽ അതിൻ്റെ പോകുമ്പോഴേ അർഹതയില്ല പറയാം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ അർഹതയല്ലാത്ത ആളാണ് പറയാനോ. അർഹത ഉണ്ട് പറഞ്ഞാൽ CPM-ൻ്റെ ആൾക്കാരുടെ ഒരുപാട് ഇതുണ്ട്. അത് കാരണം ഇവർക്ക് അത് രണ്ടു കൂട്ടരും ഒരേ മാതിരിയായി. ഇപ്പോൾ തുടരാനാണ് ശരി, രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന് അതിന് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങണം, അത് ആരായിക്കോട്ടെ. ഞാൻ രാജിവെക്കണം പറഞ്ഞാൽ ശരിക്കും ഇന്നത്തെ നിലപാടിൽ കോൺഗ്രസിന് രാജിവെക്കണം. MLA എന്ന് പറഞ്ഞാൽ അതും ജനങ്ങൾ അംഗീകരിച്ച ഒരു ഇതാണ്. അല്ലാതെ ഇപ്പം ഈ ആരോപണം ഇപ്പോഴല്ലേ വന്നത്, അതിന് മുമ്പ് അറിയില്ലല്ലോ. MLA ആയി തുടരണമെന്ന് പറയുന്നത് അത് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അവർ പാർട്ടിക്കാർ തന്നെ തീരുമാനിക്കുന്നത്. ജനങ്ങൾ എന്നുള്ളതിലേക്ക് നമ്മളിത് അറിയാതെയാണ് മൂപ്പരെ ജയിപ്പിച്ച് വിട്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾക്ക് വേറൊന്നും പറയുന്നില്ല. എങ്ങനെയാ പോകുമ്പോഴേ അത് വന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ആ സ്ത്രീൻ്റെ അനുഭവം പിന്നെ ഉണ്ടോ അതോ ഇല്ലായോ എങ്ങനെയാണ് അത് പ്രചരിപ്പിക്കുക. ഉണ്ടോ ഇല്ലയോ ആയിട്ട് പറഞ്ഞാൽ അതിന് ആ കേസ് എങ്ങനെ നിലനിൽക്കണമെന്നുള്ളത് അറിയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തില്ല എന്നുള്ളത് അറിഞ്ഞാൽ അതിന് പോകുമ്പോഴേ അർഹതയില്ല പറയാം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ അർഹതയല്ലാത്ത ആളാണ് പറയാനോ. അപ്പോൾ രണ്ടും തരത്തിൽ അങ്ങനെ നിൽക്കണ്ടല്ലോ. അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അർഹത ഉണ്ട് പറഞ്ഞാൽ CPM-ൻ്റെ ആൾക്കാരുടെ ഒരുപാട് ഇതുണ്ട്. അത് കാരണം ഇവർക്ക് അത് രണ്ടു കൂട്ടരും ഒരേ മാതിരിയായി. ഇപ്പോൾ തുടരാനാണ് ശരി, രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് ബാക്കി എല്ലാ സാധനങ്ങളൊന്നും പുറത്താക്കിയിട്ടുണ്ടാവില്ല. അത് തുടർന്നോട്ടെ. ഇത് ബൈ ഇലക്ഷൻ വരാണ്ടിരിക്കാനുള്ള ഒരിതാണ്. ഇത് 6 മാസത്തെ ഇതല്ലേ ഉള്ളൂ. അല്ല, ഈ പൊതുപ്രവർത്തകർ വരുമ്പോൾ ഒരു മാതൃകയായിട്ട് കാണണ്ടേ, അല്ലാതെ ജനങ്ങൾക്ക് കാണാൻ വെറുതെ ഒന്നും പറയില്ലല്ലോ. അത് കൃത്യമായി എന്താണോ അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ തെളിവെടുപ്പ് നടന്നിട്ട് അദ്ദേഹം അതിന് അർഹനാണ് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാജിവെക്കണം. അർഹനാണെങ്കിൽ രാജിവെക്കണം. ഏത് പ്രവർത്തകനാണ് ശരി. ഒരു തെറ്റ് ചെയ്ത് മാധ്യമത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി പോലീസും കോടതിയൊക്കെ തന്നെ അതിന് തെളിവെടുപ്പ് എടുത്തിട്ട് കൃത്യമായിട്ട് തന്നെ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന് അതിന് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങണം, അത് ആരായിക്കോട്ടെ. ഞാൻ രാജിവെക്കണം പറഞ്ഞാൽ ശരിക്കും ഇന്നത്തെ നിലപാടിൽ കോൺഗ്രസിന് രാജിവെക്കണം, എന്നാലും കോൺഗ്രസിന് ഇവിടെ നിലനിൽപ്പുള്ളൂ. കോൺഗ്രസിന് ബുദ്ധിമുട്ടാവും അടുത്ത ഇലക്ഷനിൽ.